മരണക്കുഴി ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കുന്ന വലിയൊരു ജംഗ്ഷനാണ് ചൂണ്ടി ജംഗ്ഷൻ. ആ ചൂണ്ടി ജംഗ്ഷനിൽ ഒരാൾ ഇറങ്ങി പോകുന്ന വലിപ്പത്തിലുള്ള ഒരു കുഴിയാണിത്. ഈ കുഴിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിലും പകല് ഞങ്ങൾക്ക് കുറെ 2-3 ദിവസങ്ങളായിട്ട് ഞങ്ങൾ മാറി മാറി ആരെങ്കിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ രാത്രി സമയങ്ങളിൽ ഒരുപാട് കുഞ്ഞു മക്കളടക്കം പോകുന്ന ഫാമിലി ഇതിലേക്ക് വീണ് 2 വയസ്സ് 3 വയസ്സായ കുട്ടികളുടെ ശരീരം മൊത്തം പോറലും ഒടിവ് ചതവുമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് 3 ദിവസങ്ങളായി ഞങ്ങളിവിടെ 3-4 ദിവസങ്ങളായി ഞങ്ങളിവിടെ ഇങ്ങനെ പ്രതിഷേധം നടത്തുന്നു. ഒരു മിനിറ്റ്, തള്ളിമറിക്കലുകൾക്ക് ഒരു കുറവുമില്ല. അതായത് ജനങ്ങൾക്ക് റോഡ് സൗകര്യം കൃത്യമായി നടത്തിക്കൊടുക്കുമെന്ന് പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുള്ള ഒരു സംസ്ഥാനമാണിത്. മുഹമ്മദ് റിയാസാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. സത്യത്തിൽ ഈ ഒരു കുഴിയിലേക്ക് കാണുമ്പോൾ ഇതൊരു നിസ്സാരമായ കുഴിയെന്ന് തോന്നും. പക്ഷെ ഈ കുഴിയിലേക്ക് വീണ് കൊച്ചു കുഞ്ഞുങ്ങൾ 2 വയസ്സുൾപ്പെടെയുള്ള കുഞ്ഞുങ്ങൾ വീണ് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ ഇനി ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് ഇവരൊക്കെ ഈ കുഴി അടയ്ക്കാനായി തയ്യാറാകുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുഴുവൻ ചെളിയും ഇത് നിറഞ്ഞു കിടക്കുന്നതാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഈ ഒരു കുഴി ഇതില് വീണ് പലർക്കും അപകടം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ പല റോഡുകളുടെ അവസ്ഥ ഇത്ര ശോചനീയം തന്നെയാണ്. ഒരു മരണം ഉണ്ടാകുമ്പോൾ മാത്രം കുഴി അടയ്ക്കാൻ കാണിക്കുന്ന ഈ ഒരു തിരക്ക് ധൃതി, അത് ഈ മരണം സംഭവിക്കാതിരിക്കാൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ഞങ്ങള് നാട്ടുകാര് 4 ദിവസമായി ഇതിന് പുറകിൽ നടക്കുന്നത്. പക്ഷെ ഇവിടെ അതായത് നമ്മളൊന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് രാഷ്ട്രീയ കളികൾ ഒരുപാട് നടക്കുന്നുണ്ട്. അതായത് നമ്മള് ഇപ്പൊ ഞങ്ങൾ മിനിയാന്നാളെ ഇറങ്ങിയപ്പോ ഒരു ലൈവ് ഇട്ടതിന്റെ പുറകിൽ വന്ന കമന്റുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് MLA അല്ലേ നോക്കേണ്ടത്, ഇത് മന്ത്രിയല്ലേ നോക്കേണ്ടത്. ഇത് ആര് നോക്കിയാലും, MLA ആയാലും മന്ത്രി നോക്കിയാലും ആര് നോക്കിയാലും ഈ കുഴി മൂടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം തന്നെ. രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിലെ ജനങ്ങളുടെ ജീവൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു 2 വയസ്സായ ഒരു കുട്ടി, ആ കുട്ടിക്ക് സംഭവിച്ചത് ഇനി മേലിൽ ആർക്കും സംഭവിക്കാൻ പാടില്ല. ഞങ്ങളുടെ സഹപ്രവർത്തകയായ ഭാര്യയും ഭർത്താവും. 2 വയസ്സായ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? ആ കുട്ടിയും മാതാവും പിതാവും അടക്കം പോകുമ്പോൾ ഈ കുഴിയിലേക്ക് ആ 2 വീലർ ചാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര ചാട്ടമല്ല ചാടുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് പോകും, ആളുകൾ റോഡിലേക്ക് പോകും. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ അറിയാം, ടിപ്പറുകള് ബസ്സുകള് വലിയ വണ്ടികൾ പോകുന്ന റോഡാണിത്. മെയിൻ റോഡ് ജംഗ്ഷനാണ്, ചൂണ്ടി ജംഗ്ഷനാണത്. ബീവറേജിന്റെ ഗോഡൌൺ ഇവിടെ ഉണ്ട്. നെസ്റ്റിന്റെ വലിയൊരു വില്ല ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മുമ്പിലാണ് ഈ കുഴി ഇവിടെ വന്നിരിക്കുന്നത്. ഈ കുഴി രാത്രി കാലങ്ങളിൽ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ കുഴി കാണില്ല, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. മാത്രമല്ല രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഡെയിലി 10ഓളം ആംബുലൻസുകള് ഇതിലെ ചീറിപ്പാഞ്ഞു പോകുന്ന വഴിയാണിത്. അതും ഈ ആംബുലൻസ് ഡ്രൈവർമാര് അതിൽ കിടക്കുന്ന ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെ പോകുന്നത്. പക്ഷെ ഇവിടെ ജീവൻ പൊലിഞ്ഞ് ഇതുവരെ പോയിട്ടില്ല. അതിനുവേണ്ടിയാണ് ഇത് ഇങ്ങനെ അടയ്ക്കാതെ ഇരിക്കുന്നതെങ്കിൽ അത് അടക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മള് കണ്ടു, എടവനക്കാട് സൈഡില് അവിടെ രാഷ്ട്രീയം നോക്കാണ്ട് അവിടുത്തെ വീടുകളിൽ വെള്ളം കയറിയപ്പോൾ രാഷ്ട്രീയം നോക്കാണ്ട് എല്ലാ വാർഡ് മെമ്പർമാരും അടക്കമാണ് അവിടെ അവര് സമരം ചെയ്തത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ രാഷ്ട്രീയം നോക്കാതെ കോൺഗ്രസ് ഇറങ്ങിയാൽ പറയും കമ്മ്യൂണിസ്റ്റുകാരാണ് എതിര്, കമ്മ്യൂണിസ്റ്റ് ഇറങ്ങിയാൽ കോൺഗ്രസ്സുകാരാണ് എതിര്. ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഈ കുഴി മൂടാൻ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായികൾ അടക്കം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കുഴി ഞങ്ങൾ ഇന്നലെ കുറച്ച് മണ്ണും കട്ടയും ഇട്ട് വിരിച്ച് ഇത് നികത്തിയതാ. രാത്രി ആയപ്പോഴത്തേക്കും അത് ഞങ്ങൾ ലൈവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കല്ല് മണ്ണ് ഇതൊക്കെ ഇട്ട് ചിറ്റിക വെച്ച് അടിച്ച് നികത്തിയിട്ട് 2 മഴ പെയ്തപ്പോഴത്തേക്ക് അത് ഒലിച്ചുപോയി. കാരണം ഒലിച്ചു പോകും. ഈ റോഡിന്റെ അവസ്ഥ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമാണ് കിടക്കുന്നത്. ശാശ്വതമായ ഒരു പരിഹാരം. ഇനി ഒരാൾ ഇതിൽ വീഴരുത്. രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ കാവല് നിൽക്കാൻ പറ്റില്ല. പറ്റുന്ന സമയങ്ങളിൽ ഞങ്ങളിവിടെ കാവല് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും PWD ഇടപെട്ടിട്ടാണെങ്കിലും ആരാണെങ്കിലും ഇതിന് വേണ്ട ഒരു ശാശ്വതമായ ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായിട്ടും ആംബുലൻസ് ഉൾപ്പെടെ പോകുന്ന ഒരു റോഡാണ്. ഈ റോഡിന്റെ ഒരു അവസ്ഥ വളരെ ശോചനീയമാണ് എന്ന് പറയാതിരിക്കാൻ ചൂണ്ടി ആലുവ റോഡാണ്. ചേട്ടാ, ഈ പ്രതിഷേധം കൊണ്ടൊന്നും വലിയ കാര്യമില്ലാന്ന് ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത്. നമ്മള് ഇപ്പൊ സാധാരണക്കാരാണ് മനുഷ്യര് ഇതിൽ കൂടി യാത്ര ചെയ്യണ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും പോണ കാര്യങ്ങളും. വലിയൊരു ഹോസ്പിറ്റലിലൂടെ ഇത് ചെയ്യണതാണ്. അവിടേക്ക് ഡെയിലി 10ഓളം വാഹനങ്ങള് ആംബുലൻസ് ഇതിൽ പാസ് ചെയ്ത് പോകാണ്ട്.
ഞങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാ, സാധാരണ ഇടത്തരം കുടുംബക്കാരാ. ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരാ. ഞങ്ങളിത് കാണുന്നത് വെച്ചാൽ ഓരോരുത്തർ വീഴുകയും പിടിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ അവസ്ഥ കണ്ടിരിക്കുന്നതാ. ജനങ്ങൾ ഇപ്പൊ രാഷ്ട്രീയം ഇതും പറയാതെ PWDയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തു കൊടുക്കുക. അവരവരുടെ കുടുംബത്തിൽ വരുമ്പോഴാണ് അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ എന്റെ കുടുംബത്തിൽ വരുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളിത് കാണുമ്പോൾ നമ്മൾ ഇന്നലെ 3 ദിവസമായിട്ട് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 3 ദിവസമായിട്ട് ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിന് ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുക. ഇവിടെ ഒരു കുഴി മാത്രമല്ല, ഈ റോഡിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ നമ്മളത് അറിഞ്ഞ് പ്രവർത്തിച്ച് ജനങ്ങൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക. ഈ ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര റഷാണ്, റോഡിൽ തിരക്കാണ്. അപ്പൊ റോഡ് ഒരു കുഴി കണ്ട ആ കുഴിയിൽ വണ്ടി ചവിട്ടി കയറുന്ന താമസം വന്നതനുസരിച്ച് റോഡിൽ തിരക്ക് കൂടും. അപ്പൊ അതനുസരിച്ച് റോഡ് പണി കാര്യങ്ങൾ വികസനമൊക്കെ വന്നിട്ടുണ്ട്. അത് വന്ന കാലത്ത് ഭാവിയിൽ ഇപ്പൊ അതിനെന്തെങ്കിലും ചെയ്ത് ജനങ്ങളെ സംരക്ഷിക്കുക, അതാണ് വേണ്ട. രാഷ്ട്രീയമല്ല ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ജനങ്ങളുടെ ജീവനും ഇവിടെ സ്വത്തിനും ജനങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, അത് ചെയ്യാം. ഈ ഒരാള് വീണു അല്ലെങ്കിൽ ഒന്നിലധികം പേര് വീണു, അവർക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നത് വെറുതെ അല്ല. അതിന്റെ 3 പേര്. 3 പേര് ഞാൻ പള്ളി എട്ടകർ പള്ളി പോയിട്ട് വരുമ്പോ ഒരാള് ബൈക്ക് ഇട്ട് വീണിട്ട് ഒടിഞ്ഞ് ഫ്രണ്ട് വശം ഒടിഞ്ഞ് തള്ളിക്കൊണ്ട് പോവായിരുന്നു. രണ്ടാമത് പറഞ്ഞപ്പോ ഒരു ഭാര്യ ഭർത്താവും കൂടെ വന്നിട്ട് ഈ കുഴിയിലേക്ക് വീണ്. അവര് നേരെ ഹോസ്പിറ്റൽ, 3 പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇത് നമുക്ക് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി അങ്ങനെ തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ മരണത്തിന്റെ വക്കിലെത്തിയിട്ട് തിരിച്ചു വന്നതാണ്. കാരണം ദേഹം മുഴുവൻ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്, റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ കുഴിയിൽ വീണ അപകടം സംഭവിച്ചാണ് ഭാര്യയ്ക്കും ഭർത്താവിനും. എന്താണെന്ന് സംഭവിച്ചത്? ഞങ്ങളൊരു ആലുവയിൽ പോയിട്ട് വരെയായിരുന്നു. ഒരു സമയം ഒരു 7:15 ആയി കാണും. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ? സ്ട്രീറ്റ് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, മഴയുണ്ടായിരുന്നു. ഈ വെളിച്ചം മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നമ്മള് വെള്ളം കിടക്കായിരുന്നു. നമ്മൾ ഇതിലെ ചാടി ശരിക്കും പറഞ്ഞ റൈറ്റിലേക്കാണ് വീണത്. റൈറ്റിലേക്ക് വീണു. വണ്ടി വരുന്ന റോഡിലേക്ക് വണ്ടി നശിച്ചുപോയി. വണ്ടി ആകെ നശിച്ചുപോയി. ഞങ്ങൾ 2 പേരും റൈറ്റ് സൈഡിലേക്കാണ് വീണത്. എന്തോ ഒരു എന്റെ മക്കളുടെ ഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ എതിരെ വരുന്ന വണ്ടി കയറിയെന്നെ. മഴ ആയതിന്റെ പേരിൽ വണ്ടി സ്പീഡുകളെല്ലാം കുറവായിരുന്നു വന്ന വണ്ടിക്ക്. അപ്പൊ ആളുകളെല്ലാം കൂടി, ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ കൂടിയിട്ടാണ് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അങ്ങനെ ആ റൈറ്റ് സൈഡിലേക്ക് വീണ സമയത്ത് ഇതേ ഒരു വണ്ടി, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ ഇത് പണ്ടേ പണതേനെ. ഈ ഒരു കുഴി നികത്തും. കാരണം ഞാൻ കണ്ടുകൊടുത്തോളം വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. ഈ കൈ ഒടിഞ്ഞിട്ട് ഇതിന്റെ വേദന അതിശക്തമാണ്. ഡോക്ടർ പറഞ്ഞത് ഇത് ചതവുള്ളതിന്റെ പേരിൽ ഇപ്പൊ പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞേക്കുന്നു. ഇപ്പൊ ഹസ്ബൻഡിനാണെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മളിത് പറയുന്ന ആരെങ്കിലും സഹായം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഇനിയും ഇതുപോലെ ഒരു അപകടം ഇവിടെ സംഭവിക്കരുത്. എന്തോ ഒരു ദൈവത്തിന്റെ ഭാഗ്യമാണ് നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇന്നിപ്പോ ഒരു പേപ്പറിലൊക്കെ വന്ന് എല്ലാവരും ഇത് കണ്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ. നിങ്ങളുടെ മരണം കഴിയുമ്പോ ഇത് ശരിയാക്കും. കാരണം നമ്മൾക്ക് അങ്ങനെയാണല്ലോ ഇന്നുവരെ കണ്ടേക്കുന്നത്. അതുവരെ പൊട്ടിപ്പൊളഞ്ഞ് മരണകെണി പോലെ കിടക്കുന്ന കുഴികളൊന്നും ആരും നികത്തില്ല. ഒരു ആക്സിഡന്റ് സംഭവിച്ചാലും അത് ശരിയാക്കൂല. ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോ തന്നെ ആ കുഴി വന്നങ്ങ് നീങ്ങും. ഒരു റീത്ത് വെച്ചതിന് ശേഷം അല്ല ഒരു മരണക്കുഴി നികത്തേണ്ടത്. ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഓരോ വ്യക്തികൾ. അവരുടെ ജീവൻ രക്ഷിക്കണം. അപ്പൊ ഞാൻ പറയണത് അധികാരികൾ കണ്ണു തുറക്കണം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അധികാരികൾ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ്. നമ്മളിപ്പോ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്ത് പ്രതിഷേധിച്ചിട്ട് കുറച്ച് ഒപ്പ് ശേഖരണമൊക്കെ നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കാരണം ഇതിനു മുന്നേ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ഒരു മരണം സംഭവിക്കുമ്പോൾ മാത്രം കുഴി അടയ്ക്കുന്ന ഒരു ശുഷ്കാന്തി. അല്ല, നമ്മളിത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. ഒരു മരണം സംഭവിച്ചാലും ആ ഒരു സമയത്ത് മാത്രമാണ് സർക്കാരാണെങ്കിലും ആരാണെങ്കിലും അതിനുള്ള ഒരു കണ്ണുമൂടല്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആത്മാർത്ഥത ഇതിന്റെ അകത്ത് ഇല്ല. ഇപ്പൊ ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് ഇതിന്റെ അകത്ത് വീഴുകയും കൈയൊടിയും ഇങ്ങനെ സംഭവിക്കുകയും അതിനുശേഷം 2 പേര് വീണു. ഇന്നലെ ഒരാൾ വീണു, കൈയൊടിഞ്ഞു. അതിന് ഞങ്ങൾക്ക് സംഭവിക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കുട്ടിയായിട്ടൊരു സംഭവം ഉണ്ടായി. ഇവിടെ ഇപ്പൊ ഡെയിലി ഇതാണ് നടക്കുന്നത്. ഈ മഴ തുടങ്ങിയതിന് ശേഷം ഫുള്ളായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഈ വെള്ളം കൂടി കെട്ടിക്കഴിയുമ്പോൾ ഈ കുഴി ആർക്കും കാണാൻ കഴിയില്ല, എല്ലാവരും വന്ന് വീഴാണ്. ഇപ്പൊ ഞങ്ങള് 3 ദിവസം അതിന്റെ പിന്നാലെ നടക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ ഉത്തരം കിട്ടും വരെ സമരമുറകളായിട്ട് മുന്നോട്ടാണ്. ഏത് സർക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ആരാണെങ്കിലും ഇതിന് ഒരു ഉത്തരം കിട്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഇറങ്ങിയാണ് ഞങ്ങൾ. യാത്രക്കാരനാണോ? എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ള? ഈ കുഴിയെ
അത് കുഴി എത്രയും പെട്ടെന്ന് നന്നാക്കണം, ആണോ? സഞ്ചാരയോഗ്യാക്കണം. ആ. ആ. ഇതിനു മുന്നേ ഇങ്ങനെ തോന്നിയായിരുന്നോ? ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പെട്ടെന്ന് ശരിയാക്കുമായിരുന്നു. ഗട്ടറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മഴ മോശമായ അവിടെ PWD നന്നാക്കുമായിരുന്നു. ഇത് ഒപ്പ് ശേഖരണം നടക്കുകയാണ്. വോട്ട് കൊടുക്കില്ല. ചേട്ടാ, ഈ ഒപ്പിട്ട ഇതൊക്കെ ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒപ്പിട്ടത് എന്തിനാന്ന് പറയാൻ പാടില്ലല്ലോ, പഠിക്കട്ടെ, അതിപ്പോ ശരിയാ. അവര് പഠിച്ചു കഴിഞ്ഞിട്ടല്ലേ? അവര് പഠിച്ചു കഴിയട്ടെ. കഴിയുമ്പോഴത്തേക്ക് ആളുകളുടെ ജീവൻ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് മരണം സംഭവിച്ചു കഴിയുമ്പോ ആളുകള് കൊടിയെടുക്കാനും ബഹളം വെക്കാനും തല്ലുണ്ടാക്കാനും അതുണ്ടാവും. അതിന് മരിക്കാൻ ഇവിടെ സമ്മതിക്കില്ല. ചൂണ്ടി നിവാസികൾ ഇവിടെ ഒരു മരണത്തിന് സംഭവിക്കില്ല. അത് തന്നെ. ലാസ്റ്റ് ആയിട്ട് എന്താണ് ഇതിനൊരു ഒപ്പുശേഖരണം കഴിഞ്ഞ് നിങ്ങളൊരു അവരൊരു നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ ഏത് തരത്തിലേക്കാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്? ഞങ്ങളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വ്യാപാരി വ്യവസായികളുണ്ട്. അപ്പൊ ഒരു മരണം സംഭവിച്ച ഇവിടുത്തെ യാത്രക്കാരുണ്ട്, നാട്ടുകാരുണ്ട്. ഇതിന് എന്താണ് PWD ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു പരമാവധി ഒപ്പുശേഖരം നടത്തിയതിന് ശേഷം സമരമുറകളായിട്ട് മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് റോഡ് ഇപ്പൊ നമ്മള് ബ്ലോക്ക് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും വലിയ ജംഗ്ഷനാണ് കൊച്ചിൻ ബാങ്ക് ജംഗ്ഷൻ, ചൂണ്ടി ജംഗ്ഷൻ. ഈ ചൂണ്ടി ജംഗ്ഷനിൽ സ്കൂൾ വിടുന്ന സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും വളരെയധികം ബ്ലോക്ക് ഉണ്ടാവുകയും ആ ബ്ലോക്കിന് ഒരു പരിഹാരം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അതായത് സ്കൂൾ വിട്ട് പിള്ളേര് വീടുകളിൽ എത്തുന്ന സമയം 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. കാരണം ഈ ചുണങ്ങംവേലി മുതൽ കൊച്ചിൻ ബാങ്ക്, കാർമൽ ഹോസ്പിറ്റൽ വരെ നിത്യേന ബ്ലോക്കാണ്. ആ ബ്ലോക്കിനടക്കാണ് ചൂണ്ടി ജംഗ്ഷനിലുണ്ട് കുഴികള്. പക്ഷെ ഏറ്റവും ദുരന്തമേറിയ കുഴിയാണിത്. ഈ കുഴിക്കൊരു സമാനം ഉണ്ടാവണം. കാരണം ഞങ്ങളുടെ സഹപ്രവർത്തകർ കഴിഞ്ഞ ദിവസം രാത്രി വീണതിന് ശേഷം ആണ് ഞങ്ങൾ ഈ കുഴി ഇത്രയും കൂടുതലാണെന്ന് അറിയുന്നത്, അപകടകരമാണെന്ന് അറിയുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ഈ ടയർ കടക്കാരനാണ്. ഈ ടയർ കടക്കാരനും ഇവിടെയുള്ള ആളുകളും ഈ കടക്കാരനുമാണ് ഇവിടെ ഒരു അപകടം സംഭവിക്കുമ്പോൾ ഓടി വന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ആരും വരില്ല. എന്നിട്ട് ഇവർ സ്ഥിരമായിട്ടൊരു ഓട്ടോറിക്ഷ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഴുന്നവരെ ആ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് ഇതൊരു വരുമാനമായിട്ടാണ് മാറിയിരിക്കുന്നത്. കാരണം സ്ഥിരമായിട്ട് ഇപ്പൊ ഇന്നലെ ഒരു ആംബുലൻസ് ഡ്രൈവറും ഭാര്യയും വീണു. അവരുടെ കൈ കാലുകള് അതായത് ഒടിവ് മാത്രമല്ല ഇതിന്റെ ഒരു പരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ചേന ചെത്തിയ പോലെ തൊലിയാണ് പോകുന്നത്. വണ്ടി ഒരു വശത്തേക്കും ആള് മറുവശത്തേക്കുമാണ് തെറിച്ചു വീഴുന്നത്. ഈ രാത്രി സമയത്ത് ഇതിന്റെ വെളിച്ചം വരുമ്പോ റോഡില് മൊത്തം ഒരു കണ്ണ് കാണാൻ പറ്റാത്ത വിധത്തിലാണ് ഇതിന്റെ വെളിച്ചം റോഡിലേക്ക് പരക്കുന്നത്. അപ്പൊ അതിന്റെ പേരില് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു വില്ലയുടെ മുമ്പിൽ കൂടിയാണ് ഈ ഒരു വലിയൊരു കുഴി ഉണ്ടായിരിക്കുന്നത്. ആ കുഴി അടക്കുവാനായിട്ട് ഇതിന് വേണ്ടപ്പെട്ടവരാരാണോ, PW ആയിക്കോട്ടെ, പഞ്ചായത്ത് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, അതിന് അവരുടെ കുടുംബങ്ങളിലേക്ക് കയറുമ്പോഴാണ് അവർ അറിയുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മള് ഒരാൾ പോലും, ഒരു VIP പോലും, ഒരു മന്ത്രിമാര് പോലും ഈ കുഴികൾ കാണുന്നില്ല. അവർ ഈ വഴി സഞ്ചരിക്കുന്നില്ല. അവരുടേതായ കുടുംബങ്ങളിൽ അവരുടെ ആരെങ്കിലും വീഴുമ്പോഴാണ് അവർ ഈ കുഴിയിലേക്ക്, കാരണം അവര് പോകുന്നത് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയൊക്കെയാണ് അവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ഈ കുട്ടികളെ അടക്കം 2 വീലറിൽ, അതായത് കാറോ ബസ്സോ ലോറിയോ പോകുന്നതിലല്ല അപകടം കൂടുതൽ. 2 വീലർ പോകുമ്പോൾ അവർ ഈ വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ട്. അവിടെ അത്രയും വലിയൊരു കുഴി ഉണ്ടെന്ന് അവരറിയുന്നില്ല. സ്പീഡ് കൂട്ടിയല്ല, സ്പീഡ് കുറച്ചു പോയാലും ഈ കുഴിയിൽ ചാടാതെ പോകുന്ന ഒരു 2 വീലർ യാത്രക്കാരുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇനി ഇത് മൂടിയില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങള് അതിന്റെ ഇപ്പൊ ഇന്ന് ഞങ്ങൾ ഇത്രയും പേരുടെ ഒപ്പുശേഖരം നടത്തി PWDക്ക് കൊടുക്കും, കൈമാറും. എന്നിട്ട് എന്നാണോ ഇതിന്റെ തീരുമാനം ഉണ്ടാകുന്നത് ഞങ്ങൾ സാറിനോട് ചോദിച്ചിട്ട് ആ തീരുമാനം എത്രയും പെട്ടെന്ന് ആക്കിയില്ല. ഈ കുഴിയിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല, നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമുക്കിപ്പോ താൽക്കാലികമല്ല വേണ്ടത്. ആ തട്ടിക്കൂട്ടല്ലാതെ ഈ റോഡിലെ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യവും ഈ കുഴിയും മൂടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ പറ്റുമോ ആ അറ്റം വരെ ഞങ്ങൾ പോകും. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഈ ഒരു കുഴിയുടെ അവസ്ഥ കണ്ടല്ലോ നിങ്ങള്. അതായത് ഏത് നിമിഷവും ഒരു വാഹനം വന്നാൽ അപകടം സംഭവിച്ച് മരണം സംഭവിക്കാം. മന്ത്രിമാരും MLA-മാരും ഒക്കെ ഇടയ്ക്ക് ഈ റോഡിലൂടെയൊക്കെ, ഈ കുഴിയുള്ള റോഡിലൂടെയൊക്കെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ സാധാരണക്കാരൻ ജീവൻ കയ്യിൽ പിടിച്ചുള്ള ഓട്ടത്തിലാണ് എന്നുള്ളത്. ഈ കുഴി ഇനി അടയ്ക്കുന്നത് വരെ ഇവർ ആ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും എത്രയും വേഗം PWയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകട്ടെ എന്ന്
നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും വാർത്തകളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ, അതായത് മലയാളി വാർത്തയെ വിളിക്കേണ്ട നമ്പർ, നിങ്ങളുടെ വാർത്തകൾ സത്യസന്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് അധികാരികളുടെ മുന്നിലെത്തിക്കും. അതിനുവേണ്ടി ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 77 368 66 649. ഒന്നുകൂടി പറയാം, 77 368 66 649. ഇനി ഒരു മരണം ഉണ്ടാകുന്നതുവരെ കാത്തു നിൽക്കാതെ ഈ ആലുവ ചൂണ്ടി ഭാഗത്തുള്ള ഈ ഒരു വലിയ അപകടക്കുഴി അത് ശാശ്വതമായി അടയ്ക്കുവാനുള്ള പരിഹാരം PWDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഞങ്ങളും ഇവിടെ നിന്ന് വിട പറയുന്നത്. ചൂണ്ടിയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് ആയാപ്രവിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.